ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസ് തുടങ്ങുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ലിങ്കിലൂടെ കയറി ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും പ്രാർത്ഥനയിൽ ഓർക്കുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, യഹോവയുടെ കണ്ണ് എന്തിനെയാണ് നോക്കുന്നത്? ഉത്തരം വിശ്വസ്തതയെ. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് യഹോവയോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നത്? ഉത്തരം ഇസ്രയേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കാറ്റായിത്തീരുന്നത് ആരാണ്? ഉത്തരം പ്രവാചകന്മാർ. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരെപ്പോലെയാണ് ദുഷ്ടന്മാർ പതിയിരിക്കുന്നത്? ഉത്തരം വേടന്മാരെ പോലെ. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എവിടെ കയറിയാണ് വിലാപം കഴിക്കേണ്ടത്? ഉത്തരം മൊട്ടക്കുന്നിന്മേൽ. യിരെമ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ജനത്തിൻ്റെ മുൻപിൽ ഇടർച്ച വയ്ക്കുമ്പോൾ ഒരുപോലെ തട്ടി വീഴുന്നത് ആരൊക്കെയാണ്? ഉത്തരം പിതാക്കന്മാരും പുത്രന്മാരും. യിരെമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ട് പോകുന്നത്? ഉത്തരം ജ്ഞാനികൾ. യിരെമ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, മന്ത്രം ഫലിക്കാത്ത ജീവി ഏതാണ്? ഉത്തരം അണലി. യിരെമ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, എന്തിൻ്റെ ഒച്ച കേൾക്കുന്നില്ല? ഉത്തരം കന്നുകാലികളുടെ. യിരെമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, എന്താണ് താന്താൻ്റെ കൂട്ടുകാരത്തിയെ അഭ്യസിപ്പിക്കേണ്ടത്? ഉത്തരം പ്രലാപം. യിരെമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, ഹൃദയത്തിൽ അഗ്രചർമ്മികൾ ആരാണ്? ഉത്തരം ഇസ്രയേൽ ഗ്രഹം. യിരെമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആശാരി വാച്ചികൊണ്ട് ചെയ്ത പണി എന്താണ്? ഉത്തരം മിഥ്യാമൂർത്തി. യിരെമ്യാവിന്റെ പ്രവചനം 10-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയാണ് ആകാശത്തെ വിരിച്ചത്? ഉത്തരം തൻ്റെ വിവേകത്താൽ. യിരെമ്യാവിന്റെ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, നാദം കേൾപ്പിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം സിംഹം. യിരെമ്യാവിന്റെ പ്രവചനം 12-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ മഹാഗർവമാണ് കെടുത്തു കളയുന്നത്? ഉത്തരം യെരൂശലേമിൻ്റെ. യിരെമ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു രാത്രി മാത്രം താമസിക്കാൻ വേണ്ടി കൂടാരമടിക്കുന്നത് ആരാണ്? ഉത്തരം വഴിപോക്കൻ. യിരെമ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം
8-ാം വാക്യം. അടുത്ത ചോദ്യം, ദുഷ്ടന്മാരുടെയും ദ്രോഹം പ്രവർത്തിക്കുന്നവരുടെയും അന്തരംഗത്തിൽ യഹോവ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഉത്തരം, ദൂരസ്ഥനായി. യിരെമ്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നത് എന്ത് നിമിത്തമാണ്? ഉത്തരം, നിവാസികളുടെ ദുഷ്ടത നിമിത്തം. യിരെമ്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, വാൾ, ക്ഷാമം ഇവ കൊണ്ട് മുടിഞ്ഞു പോകുന്നത് ആരാണ്? ഉത്തരം, പ്രവാചകന്മാർ. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നത്? ഉത്തരം, ജനത്തിൻ്റെ പുത്രിയായ കന്യക. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം, യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായം 5, 6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹൂദ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ലാക്കീശും അസക്കയും. യിരെമ്യാവിൻ്റെ പ്രവചനം 34-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത എന്ത് നിവർത്തിക്കുന്ന കാലം വരും? ഉത്തരം, നല്ല വചനം. യിരെമ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശല്ലൂമിൻ്റെ മകൻ ആരാണ്? ഉത്തരം, ഹനമയേൽ. യിരെമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ പ്രവൃത്തിയിൽ ആരാണ്? ഉത്തരം, ശക്തിമാൻ. യിരെമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ മേച്ചിൽ പുറത്തെ പാഴാക്കി കളയുന്നത് കൊണ്ട് ആരാണ് മുറയിടുന്നത്? ഉത്തരം, ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ. യിരെമ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം 36-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് യഹോവയെ കണ്ടെത്തുന്നത്? ഉത്തരം, പൂർണ്ണ ഹൃദയത്തോടെ. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, കൊലായാവിൻ്റെ മകൻ ആരാണ്? ഉത്തരം, ആഹാബ്. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ എങ്ങനെ പ്രവചിക്കുന്ന മനുഷ്യനെയാണ് ആമത്തിലും വിലങ്ങിലും ഇടേണ്ടത്? ഉത്തരം, ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കുന്നത്? ഉത്തരം, യാക്കോബ്. യിരെമ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടുന്നത് ആരാണ്? ഉത്തരം, ഇസ്രായേൽ കന്യക. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് കൃഷി ചെയ്ത് ഫലം
അനുഭവിക്കുന്നത്? ഉത്തരം കൃഷിക്കാർ. യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് യഹോവയുടെ നന്മകൾ? 5 കാര്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഉത്തരം ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ. യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ദേശത്ത് സൃഷ്ടിക്കുന്നത് എന്താണ്? ഉത്തരം ഒരു പുതുമ. യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, എത്രാമത്തെ മാസത്തിലാണ് ഹനന്യ പ്രവാചകൻ മരിച്ചത്? ഉത്തരം 7-ാമത്തെ മാസത്തിൽ. യിരെമ്യാവിന്റെ പ്രവചനം 28 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ പ്രാണനെയാണ് പുഷ്ടി കൊണ്ട് തണുപ്പിക്കുന്നത്? ഉത്തരം പുരോഹിതന്മാരുടെ. യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, എന്തിൻ്റെ മുഴക്കമാണ് കേട്ടിരിക്കുന്നത്? ഉത്തരം നടുക്കത്തിൻ്റെ. യിരെമ്യാവിന്റെ പ്രവചനം 30 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, എന്താണ് യഹോവയുടെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ലാത്തത്? ഉത്തരം യഹോവയുടെ ഉഗ്രകോപം. യിരെമ്യാവിന്റെ പ്രവചനം 30 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, ആരെക്കുറിച്ചാണ് നീ സമാധാനത്തോടെ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സിദെക്കീയാവിനെ കുറിച്ച്. യിരെമ്യാവിന്റെ പ്രവചനം 34 അധ്യായം 4, 5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ ആർക്കാണ് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല എന്ന് യഹോവ പറഞ്ഞത്? ഉത്തരം ദാവീദിന്. യിരെമ്യാവിന്റെ പ്രവചനം 33 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, ആരോടൊക്കെയാണ് അന്യായം, ബലാത്കാരം എന്നിവ ചെയ്യരുത് എന്ന് പറഞ്ഞത്? ഉത്തരം പരദേശിയോടും അനാഥനോടും വിധവയോടും. യിരെമ്യാവിന്റെ പ്രവചനം 22 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ജന്മദേശം ഇനി കാണാത്തവൻ ആരാണ്? ഉത്തരം നാട് വിട്ട് പോകേണ്ടി വരുന്നവൻ. യിരെമ്യാവിന്റെ പ്രവചനം 22 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ കൊത്തിയിരിക്കുന്നത് ആരുടെ പാപമാണ്? ഉത്തരം യഹൂദയുടെ. യിരെമ്യാവിന്റെ പ്രവചനം 17 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ നേരെയാണ് നട്ടുച്ചയ്ക്ക് ഒരു വിനാശകനെ വരുത്തുന്നത്? ഉത്തരം യൗവനക്കാരൻ്റെ അമ്മയുടെ. യിരെമ്യാവിന്റെ പ്രവചനം 15 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് അതിഭയങ്കരമായുള്ളത് ചെയ്തത്? ഉത്തരം ഇസ്രയേൽ കന്യക. യിരെമ്യാവിന്റെ പ്രവചനം 18 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, യഹോവ യിരെമ്യാവിന് 2 കൊട്ട അത്തിപ്പഴം എവിടെ വെച്ചിരിക്കുന്നതാണ് കാണിച്ചത്? ഉത്തരം യഹോവയുടെ മന്ദിരത്തിൻ്റെ മുൻപിൽ. യിരെമ്യാവിന്റെ പ്രവചനം 24 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, അവ വർദ്ധിച്ച് പെരുകും ഏവ? ഉത്തരം ആട്ടിൻകൂട്ടം അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവ. യിരെമ്യാവിന്റെ പ്രവചനം 23 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, എന്തു നിമിത്തമാണ് ദേശം
ദുഃഖിക്കുന്നത്? ഉത്തരം ശാപം നിമിത്തം. യിരെമ്യാവിന്റെ പ്രവചനം 23 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ ആരുടെ ദുഷ്ടതയാണ് കണ്ടിരിക്കുന്നത്? ഉത്തരം പ്രവാചകന്റെയും പുരോഹിതന്റെയും. യിരെമ്യാവിന്റെ പ്രവചനം 23 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ഇവിടുത്തെ പ്രവാചകന്മാരാണ് ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചത്? ഉത്തരം ശമര്യയിലെ. യിരെമ്യാവിന്റെ പ്രവചനം 23 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഗോമോറ പോലെ ഇരിക്കുന്നത്? ഉത്തരം യെരൂശലേം നിവാസികൾ. യിരെമ്യാവിന്റെ പ്രവചനം 23 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് യഹോവയുടെ അടുക്കൽ വന്നത്? ഉത്തരം ജാതികൾ. യിരെമ്യാവിന്റെ പ്രവചനം 16 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലെ പ്രധാന വിചാരകൻ ആരാണ്? ഉത്തരം പശൂർ പുരോഹിതൻ. യിരെമ്യാവിന്റെ പ്രവചനം 20 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ആവലാതി പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സാഹസവും ബലാത്കാരവും. യിരെമ്യാവിന്റെ പ്രവചനം 20 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ പ്രാണനെയാണ് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചത്? ഉത്തരം ദരിദ്രന്റെ. യിരെമ്യാവിന്റെ പ്രവചനം 20 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, യഹോവ തൻ്റെ വചനങ്ങൾ എവിടെ വെച്ചാണ് യിരെമ്യാവിനെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞത്? ഉത്തരം കുശവന്റെ വീട്ടിൽ വെച്ച്. യിരെമ്യാവിന്റെ പ്രവചനം 18 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഹർഷീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഊട്ടുനുറുക്ക്. യിരെമ്യാവിന്റെ പ്രവചനം 19 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ പക്ഷം ചേരുന്നവനാണ് ജീവനോടെ ഇരിക്കുന്നത്? ഉത്തരം കൽദയരുടെ. യിരെമ്യാവിന്റെ പ്രവചനം 21 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, കവർച്ചയായി ഭവിച്ചവനെ ആരുടെ കയ്യിൽ നിന്നാണ് വിടുവിക്കേണ്ടത്? ഉത്തരം പീഡകന്റെ. യിരെമ്യാവിന്റെ പ്രവചനം 22 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ ഒടുവിൽ എന്തായിരിക്കും? ഉത്തരം ഭോഷൻ. യിരെമ്യാവിന്റെ പ്രവചനം 17 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, മിനുക്കേണ്ടത് എന്ത്, ധരിക്കേണ്ടത് എന്തൊക്കെ? 3 ആൻസർ ഉണ്ട്, ഏതൊക്കെയാണ്? ഉത്തരം കുന്തം, കവചം, പരിച. യിരെമ്യാവിന്റെ പ്രവചനം 46:4, 51:11. അടുത്ത ചോദ്യം, നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകുന്ന ദേശം ഏതാണ്? ഉത്തരം നോഫ്. യിരെമ്യാവിന്റെ പ്രവചനം 46 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ ഛർദിയിൽ കിടന്നുരുളുന്നത് ആരാണ്? ഉത്തരം മോബാബ്. യിരെമ്യാവിന്റെ പ്രവചനം 48 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും ഉടച്ചു കളഞ്ഞത്
ആരാണ്? ഉത്തരം കൽദയർ. യിരെമ്യാവിന്റെ പ്രവചനം 52 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആർക്കാണ് നാലു പുറത്തു നിന്നും ആപത്ത് വരുത്തുന്നത്? ഉത്തരം തലയുടെ അരികു വടിച്ചവർക്ക്. യിരെമ്യാവിന്റെ പ്രവചനം 49 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ രക്തം കൽദയ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് പറയുന്നത് ആരാണ്? ഉത്തരം യെരൂശലേം. യിരെമ്യാവിന്റെ പ്രവചനം 51 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, ഭൂമി നടുങ്ങിയ ഘോഷം എന്താണ്? ഉത്തരം ബാബേൽ പിടിക്കപ്പെട്ടപ്പോൾ. യിരെമ്യാവിന്റെ പ്രവചനം 50 അധ്യായം 46 വാക്യം. അടുത്ത ചോദ്യം, യഹോവ തൻ്റെ ജ്ഞാനത്താൽ സ്ഥാപിച്ചത് എന്തിനെയാണ്? ഉത്തരം ഭൂമണ്ഡലത്തെ. യിരെമ്യാവിന്റെ പ്രവചനം 51 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് സ്ത്രീകളെ പോലെ ആയിരിക്കുന്നത്? ഉത്തരം ബാബേലിലെ വീരന്മാർ. യിരെമ്യാവിന്റെ പ്രവചനം 51 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം, വടക്കേ ദേശത്ത് നിന്ന് വരുന്ന മഹാജാതികളുടെ അമ്പുകൾ ആരുടെ അമ്പുകളെ പോലെയാണ് ഇരിക്കുന്നത്? ഉത്തരം സമർത്ഥവീരന്റെ. യിരെമ്യാവിന്റെ പ്രവചനം 50 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ മേലാണ് ഭോഷന്മാരാകത്തക്കവണ്ണം വാൾ വരുന്നത്? ഉത്തരം വമ്പു പറയുന്നവർ. യിരെമ്യാവിന്റെ പ്രവചനം 50 അധ്യായം 36 വാക്യം. അടുത്ത ചോദ്യം, യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവന്നത്? ഉത്തരം ആയുധശാലയിൽ നിന്ന്. യിരെമ്യാവിന്റെ പ്രവചനം 50 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, എവിടെ ശേഷിപ്പുള്ള ഫിലിസ്ത്യരെയാണ് യഹോവ നശിപ്പിക്കുന്നത്? ഉത്തരം കഫ്തോർ കടൽപ്പുറത്ത്. യിരെമ്യാവിന്റെ പ്രവചനം 47 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, വേദനയോട് കൂട്ടിയിരിക്കുന്നത് എന്താണ്? ഉത്തരം ദുഃഖം. യിരെമ്യാവിന്റെ പ്രവചനം 45 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ആർക്കാണ് കഷണ്ടി വന്നിരിക്കുന്നത്? ഉത്തരം ഗസ്സയ്ക്ക്. യിരെമ്യാവിന്റെ പ്രവചനം 47 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകുന്നത്? ഉത്തരം കേമോശ്. യിരെമ്യാവിന്റെ പ്രവചനം 48 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നവനാണ് ശപിക്കപ്പെട്ടവൻ? ഉത്തരം ഉദാസീനതയോടെ. യിരെമ്യാവിന്റെ പ്രവചനം 48 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ക്രോധവും കോപവും എവിടൊക്കെയാണ്? ഉത്തരം യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും. യിരെമ്യാവിന്റെ പ്രവചനം 44 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്ത് കേൾപ്പാനില്ലാത്തത് എന്താണ്? ഉത്തരം കാഹളനാദം. യിരെമ്യാവിന്റെ പ്രവചനം 42 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീമിൽ പോകരുതെന്ന് യഹോവ ആരോടാണ് കൽപ്പിച്ചത്?
ഉത്തരം യഹൂദയിൽ ശേഷിപ്പുള്ളവരോട്. യിരെമ്യാവിന്റെ പ്രവചനം 42 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, എത്രാമത്തെ തീയതിയാണ് നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ച് തുറന്നത്? ഉത്തരം 9 തീയതി. യിരെമ്യാവിന്റെ പ്രവചനം 39 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, യൂക്കലിന്റെ പിതാവ് ആരാണ്? ഉത്തരം ശെലെമ്യാവ്. യിരെമ്യാവിന്റെ പ്രവചനം 38 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് രാജഗൃഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീ വെച്ച് ചുട്ടത്? ഉത്തരം കൽദയർ. യിരെമ്യാവിന്റെ പ്രവചനം 39 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവർക്ക് നെബൂസറദാൻ എന്തൊക്കെയാണ് കൊടുത്തത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ, നിലങ്ങൾ. യിരെമ്യാവിന്റെ പ്രവചനം 39 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ആർക്കാണ് ജനത്തിന്റെ ഇടയിൽ വരത്തുപോക്ക് ഉണ്ടായിരുന്നത്? ഉത്തരം യിരെമ്യാവിന്. യിരെമ്യാവിന്റെ പ്രവചനം 37 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, രാജാവ് ആരുടെ കത്തി കൊണ്ടാണ് ചുരുൾ കണ്ടിച്ചത്? ഉത്തരം എഴുത്തുകാരന്റെ. യിരെമ്യാവിന്റെ പ്രവചനം 36 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് അമ്മോന്യരുടെ രാജാവ്? ഉത്തരം ബാലീസ്. യിരെമ്യാവിന്റെ പ്രവചനം 40 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ശേഖോ, ശീലോവ്, ശമര്യ ഇവിടെ നിന്ന് വന്ന 80 പുരുഷന്മാരെ കരഞ്ഞും കൊണ്ട് എതിരേറ്റത് ആരാണ്? ഉത്തരം ഇശ്മായേൽ. യിരെമ്യാവിന്റെ പ്രവചനം 41 അധ്യായം 5, 6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രേഖാബ്യഗ്രഹം ജീവപര്യന്തം എവിടെയാണ് പാർക്കേണ്ടത്? ഉത്തരം കൂടാരങ്ങളിൽ. യിരെമ്യാവിന്റെ പ്രവചനം 35 അധ്യായം 2, 7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്കാണ് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തത്? ഉത്തരം യോനാദാബിന്. യിരെമ്യാവിന്റെ പ്രവചനം 35 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, കുന്യാവിന് പകരം രാജാവായത് ആരാണ്? ഉത്തരം സിദെക്കിയാവ്. യിരെമ്യാവിന്റെ പ്രവചനം 37 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യെരൂശലേമിനെ നിരോധിച്ച് പാർത്തത് ആരാണ്? ഉത്തരം കൽദയർ. യിരെമ്യാവിന്റെ പ്രവചനം 37 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, സിദെക്കിയ രാജാവ് യിരെമ്യാവിന് ദിവസം പ്രതി എത്ര അപ്പം കൊടുക്കാനാണ് കൽപ്പിച്ചത്? ഉത്തരം 1 അപ്പം. യിരെമ്യാവിന്റെ പ്രവചനം 37 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സിദെക്കിയ രാജാവിൻ്റെ. യിരെമ്യാവിന്റെ പ്രവചനം 38 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, കാരേഹിന്റെ മകൻ ആരാണ്? ഉത്തരം യോഹാനാൻ. യിരെമ്യാവിന്റെ പ്രവചനം 42 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യാത്രക്കാർക്ക് താൽക്കാലികമായി തങ്ങാനുള്ള ഒരു കെട്ടിടം
അതിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം സത്രം. യിരെമ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവവചന പഠനത്തിന് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.